ദൈവവിശ്വാസിയല്ലാത്ത തോമസ് നാഗൽ നമ്മുടെ കോൺഷ്യസ്നസ്, കൊഗ്നീഷൻ, വാല്യൂസ് തുടങ്ങിയവയൊന്നും വിശദീകരിക്കാൻ എവല്യൂഷൻ തിയറി പര്യാപ്തമല്ല എന്ന് പറഞ്ഞതിനോട് സാധാരണഗതിയിൽ നാസ്തികർ രണ്ട് രീതിയിലാണ് പ്രതികരിക്കാറുള്ളത്. ഒന്നാമതായി, ഇന്നേറ്റ് നേച്ചർ, മനുഷ്യ സഹജ പ്രകൃതി എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് അഭ്യസിച്ചെടുക്കുന്നതാണ് നമ്മൾ പ്രകടിപ്പിക്കുന്ന എല്ലാ മൂല്യങ്ങളും എന്നാണ് അവർ പറയുക. രണ്ടാമത്തെ കാര്യം, അങ്ങനൊന്നും ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് അതിന് ഭൗതികപരമായ വ്യാഖ്യാനങ്ങൾ തേടാൻ ശ്രമിക്കുന്നു. ആദ്യത്തേത് സാമൂഹ്യ ശാസ്ത്രജ്ഞർ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരാശയമാണ്. ലോകത്തുടനീളം ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ സാർവത്രികമായി ധാർമ്മിക മൂല്യങ്ങൾ നിലനിൽക്കുന്നത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനിൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പ്രകൃതി നിക്ഷേപിക്കുകയും ചെയ്തത് അള്ളാഹുവാണ് എന്നാണ് ഖുർആനിൻ്റെ പക്ഷം. ഇവർ പറയാറുള്ള രണ്ടാമത്തെ രീതി, മനുഷ്യന് സഹജ പ്രകൃതി ഉണ്ട്, നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ ജന്മന അവന് സാധ്യമാകുന്നൊരു ഗുണം അവനിലുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, നമ്മൾ രൂപീകരിക്കുന്ന ആശയങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ മനസ്സിൽ മിന്നിമറിയുന്ന ആലോചനകൾ ഉൾപ്പെടെ എല്ലാം നമ്മുടെ ശരീരമാകുന്ന യന്ത്രത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബയോ കെമിക്കൽ ആക്ഷനുകളും റിയാക്ഷനുകളുമാണ് എന്ന് പറഞ്ഞ് അതിന് ന്യൂറോളജിക്കലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. മനുഷ്യന് ഒരു തരത്തിലുള്ള ചിന്താ സ്വാതന്ത്ര്യമോ പ്രവർത്തന സ്വാതന്ത്ര്യമോ ഇല്ല എന്ന് പറയുകയും പൂർണ്ണമായും, സാധാരണഗതിയിൽ മതവിശ്വാസികൾ വിധിവിശ്വാസികളാണ് എന്നവർ ആക്ഷേപിക്കാറുണ്ട്, എന്നാൽ അതിനേക്കാൾ കടുത്ത പ്രീ ഡിറ്റർമിനിസത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ചില നാസ്തികർ. മതവിശ്വാസത്തിൻ്റെ സൗന്ദര്യം, മധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം നമുക്കിവിടെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും.